ഈശോയുടെ അടുത്ത് എല്ലാ നിയമങ്ങളും അറിയുന്ന ഒരുവനാണ് ചോദിക്കുന്നത്, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഞങ്ങളുടെ നിയമങ്ങൾക്ക് അപ്പുറമായിട്ട് ഈ ഗുരുവിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദ്യം മനസ്സിലുണ്ടെങ്കിലും അവൻ ചോദിച്ചു. ക്രിസ്തു മറുപടിയായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും ആ നിയമജ്ഞൻ ഉത്തരം നൽകുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കണം, കരുണ കാണിച്ച മനുഷ്യനെ അയൽക്കാരന് തിരിച്ചറിയണം എന്നൊക്കെ. ഈ ലോകത്തെക്കുറിച്ചൊക്കെ ഒരുപാട് അറിവുകൾ നമുക്കുണ്ട്. ഈ ലോകത്തിൽ നടക്കുന്ന ഓരോന്നിനെ കുറിച്ച് അഭിപ്രായം പറയാൻ നമുക്കുണ്ട്. എന്നാൽ ചിലത് മാത്രം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് മറ്റുള്ളവർക്ക്, നമ്മുടെ കൂട്ടുകാർക്ക് ധൈര്യം പകരുവാനും ഉപദേശിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കും. എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ കൂടെയുള്ളവരുടെ ഭാവിയൊക്കെ നമ്മളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ അലട്ടാറുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ഞെരുക്കി കളയാറുണ്ട്. തുടർന്ന് നമ്മുടെ ഹൃദയത്തെ തകർക്കാറുണ്ട്. പലപ്പോഴും അവസാനം നമ്മുടെ ഹൃദയം തകർന്നു നിൽക്കുന്ന ആ അവസരത്തിൽ നമ്മൾ ചിന്തിച്ചു പോകും, എൻ്റെ ഹൃദയം തുടിക്കുന്നു, എൻ്റെ ശക്തി ക്ഷയിക്കുന്നു, കണ്ണുകളിലെ പ്രകാശം മങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നിരാശയോടെ ഹൃദയം തകർന്നു നിൽക്കുന്ന ഒരു മനുഷ്യന്റെ മുൻപിലേക്ക് സങ്കീർത്തകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനമുണ്ട്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഈ ഹൃദയം നുറുങ്ങുമ്പോൾ പലപ്പോഴും ഈ ലോകത്തെക്കുറിച്ചൊക്കെ അറിവുള്ള നമ്മളെ മറന്നു പോകാറുണ്ട്. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു അറിവുണ്ടാകണം. നമ്മുടെ കുറവുകളൊക്കെ നമ്മൾ തിരിച്ചറിയണം. നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും സ്നേഹിക്കണം. കർത്താവിൻ്റെ മക്കളായ നമ്മൾ അപ്പൻ്റെ അടുത്ത് ചോദിച്ചു വാങ്ങുവാനുള്ള അവകാശവും ഒക്കെ നമുക്കുണ്ട്. നമ്മൾ കർത്താവിൻ്റെ മക്കളാണ്. ഹൃദയം തകരാൻ ഒരു അപ്പനും അനുവദിക്കുകയില്ല. ആ അപ്പൻ്റെ മുൻപിൽ ചോദിക്കുക, നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുക, നിങ്ങൾ കണ്ടെത്തും എന്ന വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്കായിരിക്കും. ഇന്ന് വായിച്ചു കേട്ട സുവിശേഷത്തിൽ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്കുള്ള ഒരു യാത്രയാണ്. ജെറുസലേം പട്ടണത്തിൽ നിന്നും ജെറിക്കോ പട്ടണത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യന്റെ യാത്രാമധ്യേ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ജെറുസലേമിനെ ദൈവത്തിൻ്റെ ഇടമായിട്ടും ജെറിക്കോയെ ലോകമായിട്ടും കാണാറുണ്ട്. ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നും മനുഷ്യൻ ദൈവത്തിൽ നിന്നും മാറി ലോകത്തിൻ്റെ കാഴ്ചപ്പാട് സ്വീകരിക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സിൽ കുളിർമയേകുന്ന ഒരുപാട് ചിന്തകൾ, ആർഭാടങ്ങൾ നിറഞ്ഞ സന്തോഷങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക്